താസുആ ആശൂറ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു വെളിപ്പാടകലെ നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. താസുആ ആശൂറ എന്നത് 9-10 എന്നതിനെ കുറിക്കുന്നതാണ്. എല്ലാ മാസങ്ങളിലും താസുആവും ആശൂറാവും ഉണ്ട്. അത് മുഹറത്തിൽ മാത്രം മുഹറം 9-10 എന്നത് എടുത്ത് പറയുമ്പോൾ ആ 10ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നത് ഈ മാസത്തിൽ മാത്രം ആശൂറ പരിചയപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആശൂറ, താസുആ, വർഷാരംഭം, ഹിജ്റയുടെ ആരംഭം. ഹിജ്റ എന്നത് യഥാർത്ഥത്തിൽ ഒരു വിജയത്തിന്റെ പലായനമായിരുന്നു. പ്രത്യക്ഷത്തിൽ തോന്നുക അത് തോൽവിയാണ്, ഒളിച്ചോട്ടമാണ് എന്നാണ്. പ്രത്യക്ഷത്തിൽ തന്നെ തോൽവി എന്ന് വെക്കുകയാണെങ്കിലും തോൽവി എന്ന പ്രയോഗത്തിന്റെ അവസാനത്തെ അക്ഷരം വി ആണ്. അത് വിജയം എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. ഞാൻ പലപ്പോഴും സങ്കടം പറഞ്ഞുകൊണ്ട് വരുന്ന പല ആളുകളോടും പറയാറുണ്ട്, പരീക്ഷണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് കരുതിയാൽ മതി. ഇത് പരീക്ഷണത്തിന്റെ അവസാനമല്ല, ഒരു പരീക്ഷണത്തിന്റെ ശേഷം ഒരു വിജയമാണ്. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ഒരാൾ ഇങ്ങനെ കിടക്കണേ കണ്ടാൽ മനസ്സിലാക്കുക അയാൾക്ക് വൈകാതെ ക്ഷമ ഉണ്ടെങ്കിൽ അള്ളാഹു ഒരു വിജയം കൊടുക്കുമെന്ന്. സഹാബാക്കളുടെ പരീക്ഷണം എത്രയായിരുന്നു? അതിന്റെ 1000-ൽ 1 പരീക്ഷണം നമ്മൾ എല്ലാവരും കൂടി അനുഭവിച്ചാലും ആവുകയില്ല, അത്രമേൽ ശക്തമായിരുന്നു. അപ്പോഴേക്ക് അള്ളാന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലായിട്ട് അവർ സങ്കടം പറഞ്ഞിട്ട് വരുമ്പോ അള്ളാന്റെ റസൂൽ പറയല് മുൻകാല ആളുകളുടെ അഗ്നി പരീക്ഷണങ്ങളാണ്, ഈ പരീക്ഷണത്തിന് ശേഷം ഒരു വിജയമുണ്ട് എന്നും അവർ ആശ്വസിപ്പിക്കും. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ അതിന്റെ ഒരു മക്കം ഫതഹിന്റെ ഒരു ആരംഭമായിരുന്നു ഹിജ്റ. മക്കം ഫതഹിൽ മക്കയെ കീഴടക്കിയിട്ടുള്ള സംഭവമാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ചിന്തയിൽ അവിടെ തന്നെ അവർ നിൽക്കുകയാണെങ്കിൽ കാലങ്ങളേറെ പരീക്ഷിക്കപ്പെടുന്ന പട്ടിണി പാവങ്ങളായിരിക്കും അവര്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു പരാജയമെന്ന് തോന്നുകയാണെങ്കിലും, സ്വന്തം നാടും വീടൊക്കെ ഒഴിവാക്കിയിട്ട് പോവുക പ്രത്യക്ഷത്തിൽ പരാജയമാണെന്ന് തോന്നുകയാണെങ്കിലും ആ പോക്കാണ് മക്കം ഫതഹിന് കാരണമായി വന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ആരംഭം സംഭവിച്ച മാസമാണ് വിശുദ്ധമായിട്ടുള്ള മുഹറം മാസം. ഈ അവസാനത്തെ 10 പ്രധാനപ്പെട്ട 10 സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. 10 ആശൂറ, അശർ, പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ. മഹാനരായ നബിയുല്ലാഹി അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10-നാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് മുഹറം 10-നാണ്. സ്വർഗത്തിൽ നിന്ന് തിരസ്കൃതരാക്കപ്പെട്ടത് മുഹറം 10-നാണ്. ആദം അലൈഹിസ്സലാമിന്റെ കൊല്ലങ്ങളോളമായിട്ടുള്ള സങ്കടപ്പെട്ടുകൊണ്ടുള്ള ദുഃഖഭരിതമായ കൽബ് കൊണ്ടുള്ള വിങ്ങിപ്പൊട്ടുന്ന സങ്കടത്തെ അള്ളാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയത്തിൽ നിന്ന് കപ്പൽ കൊണ്ട് രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലാണ്. ആ കപ്പൽ ജ്യോതി പർവ്വത്തിൽ പോയിട്ട് നിന്നത് മുഹറം 10-നാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനരായ ഖലീലുല്ലാഹി നമ്രൂദിന്റെ തീജ്വാലയിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടതും മുഹറം 10-നാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ശാരീരികമായ രോഗങ്ങളുടെ കരാളഹസ്തങ്ങളിൽ കടന്നുകൊണ്ട് കൊല്ലങ്ങളോളം പരീക്ഷിക്കപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മുക്തനാക്കിയത്, രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിൽ, അതിൽ 10-ലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് പണമാണോ വേണ്ടത്? നിങ്ങൾക്ക് രാജാധികാരമാണോ വേണ്ടത്? നിങ്ങൾക്ക് പണമാണോ രാജാധികാരമാണോ വേണ്ടത്? അതല്ല നിങ്ങൾക്ക് വിജ്ഞാനമാണോ വേണ്ടത് എന്ന് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി ഫഖ്താറൽ ഇൽമ. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, എനിക്ക് ഇൽമ മതി റബ്ബേ. ഫഅതാഹു, ഇൽമിനെ തെരഞ്ഞെടുത്ത ബറക്കത്ത് കാരണത്താൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകി അൽ ഇൽമ, ഇൽമ നൽകി, വൽ മാല, സമ്പത്ത് നൽകി, വൽ മുൽക, രാജാധികാരം നൽകി. ഇത് സംഭവിച്ചത് മുഹറം 10-ലാണ്. സംഭവിച്ചത് മുഹറം 10-ലാണ്.
യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10-ലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എന്തിനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് മാത്രം പോലും സമയം പര്യാപ്തമല്ല. കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഒരു വലിയ മത്സ്യം വന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങുകയാണ്. ഉടനെ മത്സ്യത്തോട് അള്ളാഹു പറഞ്ഞു, അത് നിനക്ക് കഴിക്കാനുള്ള അന്നമല്ല, അത് എന്റെ അടിമ യൂനുസാണ്. ആ സമയത്ത് ഈ മത്സ്യം അതിന്റെ വയറ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് സ്വസ്ഥമായി സന്തോഷകരമായി ആഫിയത്തോടെ ജീവിക്കാനുള്ള സൗകര്യത്തിലായി അതിന്റെ വയറ് പോലും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ കടലിലുള്ള ഒഴുക്കിന് പോലും മാറ്റം വരുത്തിയതുപോലെ ഗർഭിണിയായ ഉമ്മ ഗർഭത്തിൽ കഴിയുന്ന പൊന്നു കുഞ്ഞിന് വേണ്ടി കിടത്തത്തിന്റെ രൂപം മാറ്റുന്നത് കണ്ടിട്ടില്ലേ? നടത്തത്തിന്റെ രൂപം മാറ്റുന്നത് കണ്ടിട്ടില്ലേ? ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നതുപോലെ നബിയുള്ളാഹി യൂനുസിന് വേണ്ടി ഈ മത്സ്യം അതിന്റെ കടലിലുള്ള നീന്തലിന്റെ രൂപം പോലും മാറ്റി എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളിലെ ഇരുട്ടാണ്, കടലിലെ ഇരുട്ടാണ്, രാത്രിയുടെ ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ ളുലുമാത്ത് എന്ന് പറഞ്ഞത്. ആ 3 ഇരുളിന്റെ ഉള്ളറകളിൽ പെട്ട നബിയുള്ളാഹി യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ഭക്തി നിർഭരമായി പ്രാർത്ഥിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസമല്ല, പല പ്രാവശ്യം പല ദിവസം പ്രാർത്ഥിച്ചപ്പോ ഫസ്തജബ്നാ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കടലിന്റെ ഉള്ളറയിലെ മത്സ്യത്തിന്റെ ഉള്ളറയിലെ രാത്രിയുടെ ഉള്ളറയിലെ പ്രാർത്ഥന റബ്ബ് തആല സ്വീകരിച്ചുകൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ കിരാതമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഇങ്ങനെ ഈ നിപ്പങ്ങട്ട് നിന്നാൽ അസർ വരെ പറഞ്ഞാലും തീരൂല മുഹറം 10ന്റെ ഗുണം. പിന്നെ ആശൂറ എന്ന് പറയണ്ടേ? ഇതിന് ആശൂറ എന്ന് പറഞ്ഞാൽ മതിയോ? അതുകൊണ്ട് മറ്റു മാസങ്ങൾ നമ്മളെ തൊള്ളയിൽ വരുന്ന എല്ലാ മഹത്വം സംഭവിച്ചത് മുഹറം 10-നാന്ന് പറഞ്ഞാൽ തെറ്റാവൂല. അത്ര വലിയ ഒരു ദിവസമാണ്. ഒരഭിപ്രായത്തിൽ ഈ ദിവസം തന്നെയാണ് ഖിയാമത്ത് നാൾ എന്നാണ്. ഇതേ മാസത്തിൽ തന്നെയാണ് മഹാനരായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിഷ്ഠൂരമായി വധിക്കപ്പെട്ടതും ഈ മാസത്തിലാണ്. നമ്മുടെ നാടിന്റെ കൊച്ചോളങ്ങൾക്ക് പോലും ഓമനിക്കാവുന്ന ഓർമ്മകൾ നൽകിയ, ബ്രിട്ടീഷ് വിഭാഗത്തിനെതിരെ പേടി സ്വപ്നമായ, തന്നെ കൊല്ലാൻ വേണ്ടി ഒരു ബ്രിട്ടീഷുകാരൻ കുറച്ച് പോലീസുകാരുമായിട്ട് കടന്നു വന്നപ്പോൾ തിരൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് മഹാനായ മമ്പുറന്നങ്ങൾ അത് അറിയുകയും ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ തിരൂരങ്ങാടിയിൽ വെച്ചുകൊണ്ട് ആ ബ്രിട്ടീഷുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു എങ്കിൽ ആ വലിയ സാഹിബുൽ ഖറാമയായ മഹാനായ സയ്യിദ് അലവിൽ ഫൂക്കായ റളിയല്ലാഹു തആല അൻഹു അവർ വഫാത്തായതും നാളെയാണ്, മുഹറം 7-നാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എല്ലാം കൂടി മിക്സഡ് ആയിട്ട് പറയാണ്. മമ്പുറന്നങ്ങൾ ആണ്ട് വളരെ വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പങ്കെടുക്കാനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വളരെ വിപുലമായിട്ട് നമ്മൾ ആണ്ട് അവിടെ വെച്ചുകൊണ്ട് കൊണ്ടാടുകയാണ്. ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞു. മമ്പുറന്നങ്ങളെ കുറിച്ച് 1-2 കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. മമ്പുറന്നങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റൂല. മമ്പുറന്നങ്ങൾ കുത്തുബു സമാനാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ. ഒരു കാലത്ത് ഔലിയാക്കൾ എണ്ണിയാൽ ഒടുങ്ങാത്തവരുണ്ട്. പല അതതുകൾ മഹാന്മാർ പറയുന്നുണ്ട് 300. അതിൽ കുത്തുബ് ഒന്നേ ഉണ്ടാവുള്ളൂ, ഒറ്റൊന്ന്. ഗൗസ് ഒന്നിലധികം ഉണ്ടാവാം, അബ്ദാലിങ്ങൾ ഒരുപാടുണ്ടാവാം, അഖ്താബിങ്ങൾ പിന്നെ നുജബാ ഒരുപാടുണ്ടാവാം, അറാഫ് അങ്ങനെ ഒരുപാട്, റുഫാ, മുഖറബ് ഇവരൊക്കെ ഒരുപാടുണ്ടാവാം, മുഖ്താർ ഇങ്ങനെ ഒരുപാടുണ്ടാകുന്ന ആളുകളുണ്ട്. പക്ഷെ കുത്തുബ് ഒന്നേ ഉള്ളൂ, ഒറ്റ കുത്തുബ്.
കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്യുതണ്ട് എന്നാണ്. അച്യുതണ്ട്, നെടുന്തൂൺ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വന്ന മമ്പുറന്തങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നെടുന്തൂൺ എന്ന് പറഞ്ഞാൽ മമ്പുറന്തങ്ങളുടെ കാലത്ത് മമ്പുറന്തങ്ങളെ മേലെ ഒരു മഹാൻ ഈ ലോകത്തുണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് നമ്മളെ നാട്ടിൽ കിടക്കുന്നത്. അള്ളാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തെറ്റ്. അതാണ് കുത്തുബ് സമാൻ, സമാന്റെ കുത്തുബ്. അത് മൂല്യരെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന്? ഞമ്മക്ക് കിട്ടുന്നത് ഓരോന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കലാണ്. ഇപ്പൊ നമ്മൾ സാധാരണ പറയലില്ലേ ആൾക്ക് ക്യാൻസർ ആണെന്ന്? അലിക്കങ്ങക്കല്ലേ, ഞാനാണ് ചൂണ്ടിയോടത്ത് മുമ്പ് ഉണ്ടായിപ്പോയതാണ്. അല്ല, നമ്മൾ സാധാരണ പറയലില്ലേ ഒരാൾക്ക് ക്യാൻസർ എന്ന് പറയലില്ലേ? എന്താ ഉറപ്പ്? എന്താ ക്യാൻസർ എന്ന് പറയാൻ കാരണം എന്താ? അതിനെക്കുറിച്ച് അറിയുന്നാൾ പറഞ്ഞു ഖലാസ്. ഏതും അങ്ങനെയല്ലേ. ഒരാൾക്ക് ഇപ്പൊ വാറ്റില് മുഴ ഉണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ ആ മുഴ ഉണ്ട് വീണോ? ഇല്ല. അതിനെക്കുറിച്ച് അറിയുന്ന ആള് പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മുഴ ഉണ്ട് എന്ന്. നമ്മൾ തൊണ്ട എവിടാണെന്ന് വിശ്വസിച്ചു. അപ്പൊ നമ്മൾ രോഗിനെ കാണാൻ വേണ്ടി പോവും. ഇതിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. മമ്പുറങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്തിനാ തർക്കിക്കണെന്ന്? മമ്പുറങ്ങൾ കുത്തുബ് സമാനാണോ അല്ലേ? അത് പറയേണ്ട ഡോക്ടർമാരെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഡോക്ടറാണ് മഹാനായ ഉമർ ഖാളി. ഉമർ ഖാളി പറഞ്ഞു സമാന്റെ കുത്തുബാണ്. സമസ്തയുടെ ശില്പിയായിരുന്നു പാങ്ങലാമട്ടൂലേര്. പാങ്ങലാമട്ടൂസിലേര് എഴുതി മമ്പുറങ്ങൾ സമാന്റെ കുത്തുബാണ് എന്ന്. ബഹുമാനപ്പെട്ട വരക്കൽ മുലക്കോയ തങ്ങൾ പാപ്പ സമസ്തയുടെ ശില്പിയാൻ പറഞ്ഞു മമ്പുറങ്ങൾ സമാന്റെ കുത്തുബാണ് എന്ന്. മഹാനായ ശംസുലമ കാലഘട്ടം കണ്ട വലിയാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ആശിഖാൻ, 4 മദ്ഹബിലും പ്രാവീണ്യമുള്ള മഹാനാൻ, ഖുർആനിന്റെ ഉള്ളും പുറവും കലക്കി കുടിച്ച ആരിഫാൻ. അവർ പറഞ്ഞു മമ്പുറങ്ങൾ സമാന്റെ കുത്തുബാണ് എന്ന്. നമ്മളും പറയുന്നു മമ്പുറങ്ങൾ കുത്തുബു സമാനാൻ എന്ന് പറഞ്ഞ അതിന്റെ മേലെ അന്ന് വേറെ ആളുണ്ടായിരുന്നില്ല. അതിന് ചരിത്രം കൊണ്ട് തെളിയിക്കാനും പറ്റും. മമ്പുറങ്ങൾ അസലി യമനിയാണ്. 17ാമത്തെ വയസ്സിലാണ് തിരുരങ്ങാടിയിൽ എത്തിയത്. ആദ്യം കോഴിക്കോടാണ് എത്തിയത്, ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ തിരുരങ്ങാടിയിലെത്തി. ചരിത്രം പറയാൻ സമയമില്ലല്ലോ, ദിവസങ്ങളോളം പറഞ്ഞാലും തീരൂല. മമ്പുറങ്ങൾ 17ാമത്തെ വയസ്സിൽ തിരുരങ്ങാടി പള്ളിയിൽ നിന്നും ഹറമെന്നും ഒരേ ദിവസം പലവട്ടം നിസ്കരിച്ചിരുന്ന ആളാണ്. സുബൈ നിസ്കരിക്കൽ അള്ളാന്റെ ഹബീബിന്റെ പള്ളിയിൽ നിന്നാണ്. എല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയായാൽ കുതുബുസ്സമാൻ സുബഹി ജമാഅത്തിന് പങ്കെടുക്കല് അത് മമ്പുറം പള്ളിയിലല്ല, തിരൂരങ്ങാടി പള്ളിയിൽ നിന്നല്ല, റഹ്മത്തുല്ലിൽ അലമീന്റെ പ്രണയ പട്ടണമായ മസ്ജിദുൻ നബവിയിലാണ്. അവിടെ എന്നും സുബഹി നിസ്കരിച്ചിരുന്ന ആളാണ്. സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ സൂര്യ ഉദിക്കണതിന് മുമ്പായിട്ട് മമ്പുറത്തെത്തും ചെയ്യും. മമ്പുറത്തെത്തും, അതല്ല അത്ഭുതം. അപ്പൊ തിരൂരങ്ങാടി കാളിക്ക് ഒരു പരാതി, കുട്ടിയൊക്കെ ഉഷാർ തന്നെ, പക്ഷെ ജമാഅത്തിന് ഇവിടെ വരണില്ല എന്നൊരു പരാതി. കാളി വലിയ ആളാണ്, വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. മുമ്പ് പറഞ്ഞു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല. എന്താച്ച് അല്ല, ആളൊക്കെ ഉഷാറാണ്, തങ്ങളാണ്, ഇൽമുണ്ട്, പക്ഷെ പള്ളിയിൽ ഇവിടെ കാണില്ല, ജമാഅത്തിന് വരാത്ത എന്ത് മഹാനാന്ന് വെച്ചു. അത് ചില ആളുകൾ 17 വയസ്സുള്ള ഈ കുട്ടിനോട് ഒന്ന് പറഞ്ഞു, 17 വയസ്സെന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. മമ്പുറങ്ങൾ അറിയുന്ന അടുത്ത ജുമാക്ക് അവിടെ പങ്കെടുക്കാറുണ്ട്. മമ്പുറങ്ങൾ വന്നു. മമ്പുറങ്ങൾ വന്നിട്ട് ജുമാക്ക് വേണ്ടി കൈയ്യറ്റി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മമ്പുറങ്ങൾ കൈയച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് 4 റക്അത്ത് ലൂറ് നിസ്കരിച്ചിട്ട് പേരി പോയി. എല്ലാവർക്കും അത്ഭുതമായി, ചിലർക്ക് എതിരായി. കാളിയരെ കളിയാക്കണോടത്ത് കണക്കില്ലേ, ഇങ്ങനെ ഒരു മനുഷ്യനെ തരം താഴ്ത്താൻ പാടുണ്ടോ? തുടർന്നുകാണ്ട് മാറിപ്പോയിട്ട് പിന്നെ ലുഹർ സ്കെച്ച് പോവാ. അപ്പൊ കാളിയരെ ഒന്നിനും പറ്റൂലെന്നല്ല മനസ്സിലാകുക. അപ്പൊ മമ്പുറങ്ങളെ കുറച്ച് വളരെ അടുത്ത കുറെ ആളുകള് കൂടിയിട്ട് ചോദിച്ചു, അല്ലൊട്ടി ഇത് കുറച്ച് മോശമായില്ല എന്തേന്ന് വെച്ചു. മോശമായി എന്ന് പറഞ്ഞാൽ മൂപ്പരെ തുടർന്ന് അതിനേക്കാളും മോശമാണ്. എന്തേന്ന് വെച്ചു, ആ കയ്യാണ്ട് കെട്ടിയാടെ മുതൽ തുടങ്ങിയാണ് കറവ് പശുവിന് ഇപ്പൊ എവിടുന്നാ കിട്ടുക, കറവ് പശുവിന് ഇപ്പൊ എവിടുന്നാ കിട്ടുക എന്നുള്ള അങ്ങനെ ചിന്ത. അങ്ങനെ ഒരു പശുവിനെ കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളെ കൂടെ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് ലജ്ജുണ്ട്, അതുകൊണ്ട് മാറിയതാണെന്ന് പറഞ്ഞു. ഈ കേട്ട ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഓലെ കാളിയരോടെ പറഞ്ഞു, കാളിയരുള്ള സംഗതി തുറന്ന് പറയണം, കാരണം സംഗതി അവിടെ എത്തിയിട്ട് നിങ്ങൾ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ ആദ്യം ഉണ്ടാക്കാൻ പോരുത്. എന്താന്ന് വെച്ചു, കുട്ടി പറയണേ ഇങ്ങനെയെന്ന് പറഞ്ഞു. എന്തെന്ന് വെച്ചു, കറവ് പശുവിനെ വാങ്ങാൻ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ വേക്കൽ നിസ്കരിക്കാൻ കേട്ട മൗമുമായിട്ട് തൊട്ടാൻ എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ കാളിയർ തൽമാണ്ട് കഴിച്ചു. അള്ളാഹുവെ പുറത്തുണ്ടോ റബ്ബേ, ആ കുട്ടിക്ക് ദീർഘായുസ് കൊടുക്കുക റബ്ബേ എന്ന് പറഞ്ഞു. എന്താ വെച്ചോ, ഈ കാളിയരെ ഭാര്യയ്ക്ക് ഒരു സോക്കടാ. ആ സോക്കടിന് വൈദ്യര് പറഞ്ഞത് എന്നും നല്ലോണം പാല് കുടിക്കണം എന്നാ. അപ്പൊ നല്ലോണം പാല് കിട്ടുന്ന ഒരു കറവ് പശുവിന് കിട്ടണം. ഇയാളിത് ഒതുർക്കുമ്പോഴൊക്കെ ഈ ചിന്തയാണ്, ഇപ്പൊ ഇന്നെ കിട്ടണല്ലേ, എവിടുന്നാ ഇപ്പൊ കിട്ടുക. മിമ്പർമ കയറിയിട്ട് കുത്തുപോതുമ്പോഴാണ് ഒരു പശു കച്ചവടക്കാരെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അതിന്റെ അടുത്ത് നല്ല പശു ഉണ്ടാവും, നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് കച്ചവടമാക്കാന്ന് കുത്തുബയിൽ എങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കണം. അത് നിസ്കാരത്തെ കണ്ട് കയറിയപ്പോ പിന്നെ അയാളും ഞാൻ സലാം കൂട്ടിയാ ഉടനെ പോവോ, ദ്വാക്കെ ഇരിക്കൂലേ,
ആ പശുവിനെ കിട്ടൂലേ എന്ന ചിന്ത മാത്രമായി. ഇത് പിറകിൽ നിന്നിട്ട് നിസ്കാരത്തിന് കൈയെട്ടി 17കാരൻ വായിച്ചെടുത്തു. അതാണ് ഖുതുബുസ്സമാൻ. ഒരിക്കലും മമ്പുറം പള്ളിയിൽ, തിരൂരങ്ങാടി പള്ളിയിലെ ഹൗദിലെത്തിയിട്ട് മമ്പുറം തങ്ങൾ വെള്ളം എങ്ങനെ കുടയുകയാണ്. പള്ളിന്റെ ഹൗദിൽ വെള്ളം ഇങ്ങനെ തൂക്കാം, ഒരു പിടുത്തം കിട്ടണില്ല. തന്നെ ആളുകളൊക്കെ അങ്ങനെ നോക്കുന്നു. ഞമ്മക്ക് തോന്നും വെള്ളം ഇസ്രാഫാക്കാണ്, വെറുതെ ഇങ്ങനെ വെള്ളം തൂക്കുക. ആ കളിയും ഇവിടുത്തെ മുത്താലിമ്യങ്ങൾ തൂക്കിയ വിവരാണ്ടാ അറിയും. മമ്പുറം തങ്ങളെ കറാമത്ത് എനിക്കൊണ്ട് എന്റെ വെള്ളം തൂക്കിയ ഇത് ഇവിടെ മാത്രം ഒതുങ്ങണല്ല, വേറെ പലതുണ്ട്. കാരണം മുത്താലിമ്യങ്ങൾ വേല കേൾക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഒതുവിന്റെ ഇടയിൽ വെള്ളം തൂറ്റി കളിക്കുന്ന ആൾക്കാരെ ഞാൻ പിടികൂടലുണ്ട്. അതിന് ഒന്നും കൂടി മുറുക്കി തൂറ്റുക, എന്നിട്ട് അറിയാം മമ്പുറം തങ്ങളുടെ ഇത്തിബായ് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഹൗദിലിട്ട് മുക്കും ഞാൻ. ഇത് നിങ്ങൾക്ക് ബാധകല്ല. അല്ല, ചിലതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സൈഡ് എഫക്ട് ചിലപ്പോൾ ചെറ്റിപ്പോയാൽ കാര്യം എനിക്ക് കൊണ്ടുവരാം. അതുകൊണ്ടാണ്. അപ്പൊ ഇതെങ്ങനെ വെള്ളം ഇങ്ങനെ ഉത്തേളിക്കാം, ഇങ്ങനെ ഉത്തേളിക്കാം. ഒക്കെ കഴിഞ്ഞ് വേർത്തപ്പോ ആൾക്കാർ ചെന്നേച്ചു, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊര യമനിലെ പൊര കത്തിങ്ങോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെള്ളം തൂത്തിട്ട് കെടുത്തി കളഞ്ഞാണ് എന്ന് അറിഞ്ഞ്. പൊര ഉള്ളത് യമല്ല, അറേബ്യൻ രാഷ്ട്ര യമനില്. മൂപ്പരെ കുടുംബത്തിൽപ്പെട്ട ഒരു പൊര തീ കത്താണ്. അതിന് വെള്ളം തൂത്തത് ഇവിടുന്ന് തിരുരങ്ങാടി ആവുന്നതാണ്. ഇത് കുത്തുബുസ്സമാനല്ലേ? ഒരിക്കൽ തന്റെ മുമ്പിലിരിക്കുന്ന ആളോട് മമ്പുറം തങ്ങൾ പറഞ്ഞു, സയ്യിദ് ഫസൽ തങ്ങൾ വലിയ മഹാനാണ്, തറചോർത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങ് നോക്കുകയാണ്. ആ സമയത്ത് അവരുടെ കുടുംബത്തിൽപ്പെട്ട യമനിയായ ഒരു തങ്ങള് വഫാത്തായിരിക്കുകയാണ്. ആ തങ്ങളെ കുറിച്ച് തിരൂരങ്ങാടിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, മഹാനായ മമ്പുറം തങ്ങൾ പാപ്പാ. ഇത് ഖുതുബുസ്സമാനല്ലേ? ഒരാ കേട്ടോളോ, നിങ്ങൾ ഞെട്ടുന്നത് കേട്ടോളോ. മമ്പുറം തങ്ങൾക്ക് കൊയിലാണ്ടിയിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് ഫാത്തിമ എന്നാണ്. അവർ രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടപ്പോൾ രോഗിണിയായ വിവരം ഒരാൾ വന്ന് പറഞ്ഞു. തിരക്ക് കാരണത്താൽ മമ്പുറം തങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. ഉടനെ മറ്റൊരാൾ വന്ന് പറഞ്ഞു, തങ്ങളെ സാദർമണി മരിച്ചിരിക്കുന്നു തങ്ങളെ. കൊയിലാണ്ടിയില് ഫാത്തിമ എന്നുള്ളൊരു ഭാര്യ രോഗിയായപ്പോ ആളുകൾ എന്ന് പറഞ്ഞു, പിന്നെ രോഗിയായി കിടക്കാൻ നിങ്ങളെ കാണാൻ ആഗ്രഹം പറയുന്നുണ്ട് പറഞ്ഞു. എന്തുകൊണ്ട് തിരക്കൊണ്ട് മമ്പുറം തങ്ങൾക്ക് പോകാൻ പറ്റിയില്ല? വേറെ ആൾ വന്നിട്ട് പറഞ്ഞു ഭാര്യ മരിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും അവിടെ കശപിശ തുടങ്ങി. രോഗാന്ന് പറഞ്ഞിട്ട് വന്ന് സന്ദർശിച്ചില്ലല്ലോ, ഇതെന്ത് വിലായത്താ, ഇതെന്ത് കുത്തുവ? സ്വന്തം ഭാര്യക്ക് സോക്കടാക്കി എടുക്കുമ്പോ ഒന്ന് സന്ദർശിക്കാന്നുള്ള റസൂലുള്ളാഹിന്റെ ഇത്തിബായിൽ പെട്ടല്ലേ? അതിന് നാവാതെ മമ്പുറത്ത് ഇങ്ങനെ കൂടാ, എന്നിട്ട് വലിയ മഹാനാന്നും പറയാ എന്നൊരു മുറുമുറുപ്പ് തുടങ്ങി. ആ ജനങ്ങൾ വെറുതെ വിടൂലല്ലോ, എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ചൊറിയാൻ തുടങ്ങും. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇന്ന് ചൊറിയാൻ തുടങ്ങി. അത് മമ്പുറം തങ്ങൾക്ക് ചെറിയൊരു വേദനയായി. കാരണം ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടാലോ പറയുന്നത്, അവർ പറയുന്നിടത്ത് ചെറിയ കാര്യം ഉണ്ടേനും. മമ്പുറം തങ്ങൾ നേരാണ്ട് പോയി. അപ്പൊ കുറെ ആളുകൾ എനിക്ക് ബഹുമാനിച്ചു, എല്ലാവരും ബഹുമാനിച്ചു. പക്ഷെ ചില ആൾക്കാരുടെ മുറുമ്പിലൊക്കെ ഭാര്യക്ക് അസുഖം ബാധിച്ചിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞയച്ചിട്ടും വരാതെ മരിച്ചിട്ട് വരുന്ന പുതിയാപ്പിള, പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോടാണ്ട് പോയ എന്നും പുതിയാപ്പിള എനേക്കാലം. അവിടെ പോയ എന്നും പുതിയാപ്പിള അല്ലേ? അവിടെ വേദന ആരാ? കാസർഗോഡ് നമ്മളെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും, തൊള്ളയിൽ ഒറ്റ പല്ലുണ്ടാവില്ല, 70 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരക്കാനോട് നമ്മൾ വെക്കതാരാ? ഇതിന്റെ പുതിയാപ്പിളൻ. അപ്പൊ ഈ കബറായിരുന്ന അത് പുതിയാപ്പിളിന്റെ കബറാന്നാ പറയാ. കബറ് പോയാലും പുതിയാപ്പിള വിടൂല. അപ്പൊ ചില ആളുകളൊക്കെ മരിച്ചിട്ട് പറഞ്ഞിട്ട് വരാത്ത പുതിയാപ്പിള എന്ന ആൾക്ക് ഇങ്ങനെ വെക്കാം. മമ്പുറം തങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇവരെല്ലാരും ഇന്നെ ഭാര്യന്റെ അസുഖ സമയത്ത് സന്ദർശിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം കൊണ്ടുള്ള നോട്ടം നോക്കുന്നുണ്ട്. ആൺകുട്ടിന്റെ പണി നോക്കിയങ്ങള് നേരെ ഭാര്യന്റെ മയ്യത്തായി കിടക്കുന്ന ഭാര്യന്റെ അടുത്ത് കണ്ടുപോയിട്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ മരിച്ചു പോയ എനിക്ക് പ്രശ്നം. കാരണം ഇവരൊക്കെ എന്നെ വേറെ രൂപത്തിലാണ് കാണുന്നത്. അവൻ മരിച്ചു കിടക്കുന്ന ഭാര്യ ചടകുടഞ്ഞ് നിൽക്കുകയാണ്. ആ ഭാര്യയെ കൂട്ടിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് മമ്പുറം തങ്ങൾ മമ്പുറത്തേക്ക് വരുമ്പോ ഭാര്യ പറഞ്ഞു, എന്നെ മയ്യത്ത് മണക്കുന്നുണ്ട്, ഞാൻ മയ്യത്തായിരുന്നല്ലോ, മയ്യത്തിന്റെ ഗന്ധമുണ്ട്. ആ സമയത്ത് മമ്പുറം തങ്ങള് പനനീർ ഭാര്യയുടെ ശരീരത്തിലങ്ങ് കുറയുകയാണ്. ഈ ഭാര്യക്ക് പിന്നീട് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേര് സയ്യിദ് ഫളൽ തങ്ങളെന്നാണ്. ആ പൂക്കോയ തങ്ങളെന്ന് എല്ലാവരും വിളിച്ചിരുന്നു. കാരണം പൂ എന്നാൽ പനനീർ പൂവില്ലേ, ഹോജ കോയ ഹോജ, പനനീർ പൂവിന്റെ ഗന്ധമുള്ള ഹോജ പൂക്കോയ. കാരണം ഈ മഹാനായ മകന് മരിക്കുന്നത് വരെ ആ മകന്റെ ശരീരത്തിലും പനനീറിന്റെ ഗന്ധമുണ്ടായിരുന്നു. മമ്പുറം തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റും എന്ന് ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
എന്ന ഉറപ്പുകൊണ്ട് തന്നെയാണ്. ഇത് താളുകൾ പറയുന്ന കാര്യമാണ്. മമ്പുറതങ്ങൾ മരിച്ച ഭാര്യയെ ഇപ്പൊ ഈ പോയാൽ എനിക്ക് അതുകൊണ്ട് പടച്ചോനാവൊന്നുമില്ല. അതൊക്കെ ഇവരൊക്കെ ഇനിയിപ്പോ ചില ആൾക്കാർ ഖുർആൻ ഓതിയിട്ട് വരും. എന്താ ജീവിപ്പിക്കണം, മൊഹി അല്ലല്ലേ, മുമീത്ത് അല്ലല്ലേ. അപ്പൊ ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ല കുട്ടി? ഈസാ നബി മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടില്ലേ? ഞാൻ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഈസാ നബി പടച്ചോനാ? നീ ദജ്ജാല് വന്നാ മരിച്ചവരെ ജീവിപ്പിക്കൂലേ? പടച്ചോനാ? നിങ്ങൾ ഈ രീതിയിലുള്ള ദഅവത്ത് നടത്തിയിട്ട് ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചാൽ ദജ്ജാല് കണ്ടുവരുമ്പോ ആളുകളൊക്കെ തൗഹീദിന്റെ ആളാന്ന് മനസ്സിലാക്കിയിട്ട് പറയ കൂടൂലേ? പടച്ചോനാന്ന് വിശ്വസിക്കൂലേ? മരിച്ച ആളുകളെ ജീവിപ്പിച്ച എങ്ങനെ പടച്ചോനാകുന്നത്? അതുകൊണ്ട് വിവരക്കേട് വിളമ്പണ്ട എന്ന് ഞാൻ പോളിയോക്ക് കുത്തിവെപ്പ് നടത്തുകയാണ്. കാരണം പ്രസംഗം നിങ്ങൾ മാത്രമല്ല, വേറെ പലരും പ്രസംഗിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചിലവരൊക്കെ ചിലപ്പം ക്ലിപ്പിട്ടുകൊണ്ട് ഞാൻ മരിച്ചവരെ ജീവിപ്പിച്ചു, മമ്പുറതങ്ങളെ പടച്ചവനാക്കി എന്ന് വെടുവായുത്തം കൊണ്ട് വിഡ്ഢിത്തം പറയണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്. മമ്പുറങ്ങൾ ഒരേ നാട്ടിൽ ജീവിക്കുമ്പോൾ പുറത്തേക്ക് കണ്ണുള്ള ആളായിരുന്നു. അവര് കുത്തുബുസ്സമാനാണ് എന്നതിന് പല മഹാന്മാരും പറഞ്ഞൊരുപാട് തെളിവുകൾ അത് തന്നെയാണ്. ജീവിക്കുന്നത് തിരൂരങ്ങാടിയിലും പരിസരത്തുമാണ്. പക്ഷേ ഹറമിലെ കാര്യം അറിഞ്ഞിരുന്നു. അവിടെ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടാൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ മമ്പുറത്ത് വെച്ചുകൊണ്ട് പ്രസംഗത്തിൽ തങ്ങൾ വിമർശിച്ചിരുന്നു. ആരെയാണ് വിമർശിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. പിന്നെയാണ് അറിയുന്നത് അത് ഹറമിലെ ഭരണാധികാരിയാണ്. ചിലപ്പോൾ മമ്പുറന്തങ്ങൾ പറയൂ, ആ നിരപരാധിയായ മനുഷ്യനെ അയാൾ കൊന്നുകളഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഭരണം അല്ലാഹു എടുത്തു മാറ്റട്ടെ. ആരെക്കുറിച്ചാണോ, ഏത് രാഷ്ട്രത്തലവനെ കുറിച്ചാണോ പറഞ്ഞത്, വൈകാതെ ഭരണം മാറിയിരുന്നു. കാരണം കുതുബുസ്സമാനാണ്. എല്ലാം അറിഞ്ഞിരുന്നു, പൊതുവെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ അന്ന് പുതിയണ്ണ് പോവാന്ന് പറഞ്ഞാൽ നടന്നിട്ട് പോവാണ്, എല്ലാവരും കൂടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ക്ഷീണം വന്നാൽ എല്ലാവരും കൂടി സ്ഥലത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെയൊക്കെ ഇന്നത്തെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു സ്ഥലത്ത് പെണ്ണിങ്ങനെ പോകുന്ന സമയത്ത് പെണ്ണും കൂട്ടാളികളും ക്ഷീണിച്ചപ്പോൾ ഒരു വഴിയോരത്തിരുന്നു. മരത്തിന്റെ ചോട്ടിൽ പെണ്ണിനെ ഇരുത്തി എല്ലാവരും ഇങ്ങനെ ഒരു ചെറിയ മയക്കത്തിലായി. അപ്പോ ഈ മയങ്ങുന്ന മനസ്സിലായപ്പോ പെണ്ണിന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഊരിറ്റൊരു പെട്ടിയിലാക്കിയിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. എല്ലാവരും ഉണർന്നു നോക്കുമ്പോ പെട്ടിയാണല്ല. അന്നുണ്ടായിരുന്ന ഈ പരിപാടിയൊക്കെ നടത്തും, പെട്ടിയാണല്ല. സുബ്ഹാനല്ലാഹ്, ആകെ കുറച്ച് പൊന്നേ ഉണ്ടായിരുന്നുള്ള ഒരു പെട്ടിയിൽ. മമ്പുറതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു, തങ്ങളപ്പ പെണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് സ്വർണം വെച്ച പെട്ടി കാണാനില്ല എന്നാണ്. മമ്പുറതങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, മലപ്പുറത്ത് ഇന്ന ഗ്രാമത്തില് ഇന്ന പരയില് മരക്കാരെന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അയാളോട് നിങ്ങോട്ട് വരാണ് പറയുന്നത്. അതിപ്പടി ഇരുന്നിട്ട് പറയണേ. ഇന്ന് മൊബൈലും കമ്പ്യൂട്ടറും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. അത്ഭുതല്ലേ? അവിടെ ഇരുന്നിട്ട് മമ്പുറതങ്ങൾ പറയാണ്, മലപ്പുറത്ത് മരക്കാർ ഈ കൂട്ടത്തിലുണ്ടാ? അത് അന്നാട്ടോ, ഇന്നത്തെ മരക്കാർക്ക് വാതകല്ല. നിങ്ങളെ പേരും അതും കൂടി യോജിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇതിന്റെ ശേഷം ഞാൻ ഇൻകിലാബ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഏതായാലും പേരെനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ശേഷം എനിക്ക് മാറ്റാൻ പറ്റൂല. മരക്കാര് തന്നെയല്ലോ, പേര് മാറ്റാൻ പറ്റുമോ? അപ്പോ പറഞ്ഞു മമ്പുറതങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മമ്പുറതങ്ങൾ മുമ്പ് മരക്കാരൊന്ന് പറയും, ആ പൊന്നാട് എടുത്തു കൊടുക്കാൻ എന്തിനാ കൊണ്ടുവച്ചിരിക്കണം, പാവങ്ങളല്ലേ എന്ന് ഞങ്ങൾ എപ്പോ തന്നെ കൊടുത്തോളാറുണ്ട്. എന്താ അവരെ മുമ്പിൽ വെച്ചാൽ പിന്നെ നിഷേധിക്കാൻ പറ്റൂല. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു 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 ചെറുപ്പക്കാരൻ വഴി നാട്ടിലൊരു പെണ്ണിന് ഗർഭമുണ്ടായി. ഇപ്പം വഴിയാണെന്ന് ഉറപ്പാണ്. അതൊന്നും ഇപ്പൊ ഗർഭം ഉണ്ടായാലൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ല, അത് നിത്യ സംഭവമല്ലേ. നാളെ ഞാൻ എന്റെ നാട്ടായ വയലത്തൂർ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു സഹോദരനോട് വെച്ച് എന്താ അവന്റെ ഹാലെന്ന് വെച്ചു. അവൻ ഭയങ്കര പുരോഗമനത്തിലാണെന്ന്. എന്തെന്ന് വെച്ച് 3 പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കിയപ്പോ 4ാമത്തിന് ഉണ്ടാക്കാൻ പോകണമെന്നാണ്. അങ്ങനെ ഇതൊരു സംഭവമല്ലാതെ നിത്യസംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുകയാണ്. അത് പുരോഗമനാന്ന് എന്നോട് പറഞ്ഞു. കാരണം 1 2 ആണെങ്കിലല്ല. എന്നതുപോലെ അന്ന് അങ്ങനെയൊന്നല്ല. അപ്പോ തങ്ങളിപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അവിടുന്ന് സത്യം ചെയ്യുന്നത് ഇവനെ ആര് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ഇവൻ പറയണേ ഞാനല്ല അതിന്റെ ഉത്തരവാദി എന്ന് ഉറപ്പിച്ച് തർപ്പിച്ചിട്ട് പറയാൻ. അപ്പൊ പിന്നെ പെണ്ണിന്റെ ഭാഗത്തുള്ളവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഓൻ ഖുർആൻ വെച്ച് സത്യം ചെയ്തു, തങ്ങളും വിളിച്ച് സത്യം ചെയ്യണം. അതൊരു തീരുമാനമാണ്. പാണക്കാട് ഒരു തീരുമാനമല്ലേ, അള്ളാഹുർക്കൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. എല്ലാരും കൂടി വണ്ടിയേറ്റ് വന്നു. അപ്പൊ ഇവന് വണ്ടിയെന്നും പറഞ്ഞു, ഞാനല്ല അതിന്റെ ആൾ, ഉറപ്പാണ്, എനിക്കത് അറിയില്ല, ഞാൻ അതിന്റെ ആളല്ല, ഞാൻ ചെയ്യൂല, ഞാൻ ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കിയിട്ട് ആ പെണ്ണിന്റെ നിക്കായ് ഞാൻ കൊളാക്കോ, അങ്ങനെ ഇല്ല. തങ്ങൾ പാപ്പാനും വിളിച്ചിട്ട് തങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചു. ഞങ്ങൾ കുറെ ആൾക്കാർക്ക് കൃത്യമായി അറിയാം ബനാണെന്ന്, പക്ഷെ ഉറപ്പില്ല ബൈ നിഷേധിക്കണമെന്ന്. അത് ഞങ്ങൾ വെച്ചു, ഇജെന്ന് പറഞ്ഞേച്ചല്ലെന്ന്. തങ്ങളെ ഞാൻ അറിയാതെ ചെയ്താണ് എന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ഞാനത് അറിയാതെ സംഭവിച്ചാണെന്ന് പറഞ്ഞു. എന്നാ ഇനി ചെയ്യരുത് പൊയ്ക്കോ പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ഒരു ഗന്ധം, ഒരു സുഗന്ധം, ഒരു കറാമത്തൊക്കെ എല്ലാവർക്കും ഉണ്ട്. ബഹുമാനപ്പെട്ട മമ്പ്രതങ്ങൾ അവര് താരതമ്യം ഞാൻ കാണിച്ചു തരാം. മമ്പ്രതങ്ങൾ പാപ്പാന് ഒരു തിരുത്തുമലയൊക്കെ പോകുന്ന സമയത്ത് മമ്പ്രതങ്ങൾ പാപ്പ ഒറ്റക്ക് ഇങ്ങനെ പോവാണ്.
പോകുമ്പോ മുമ്പിലുള്ള ഒരു ചെറുപ്പക്കാരനോട് വെച്ചു, എടാ ഈ തിരുത്തുമ്മ പള്ളിയൊക്കെ എങ്ങനെ പോകുന്ന വെച്ച്, അത് വഴി ഞങ്ങൾ ഒഴിക്കണ വെച്ചാ മൂക്കിന്റെ താഴത്തുണ്ടാവുന്ന. അന്നുണ്ടായിരുന്നു അങ്ങനത്തെ കോരോസന ഇളകിയ കുട്ടികൾ. ഇന്നിപ്പോ അവര് പാലത്തും ഇരിക്കണമെന്ന് മാത്രം, അന്ന് പാലൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ നടന്ന വിത്തനായിരുന്നു അന്ന്. എന്നാ ഒന്നും കൊണ്ട് യോജിച്ച് കമ്പനി കൂടി അത് വേറെ ഉപകളിലായിട്ട് മാറി മാത്രം. ഒരു വലിയ മഹാനാണ് പരിഹസിക്കണത്. നിങ്ങൾ വഴിയാ ചോദിക്കണേ, മൂക്കിന്റെ താഴെ ഉണ്ടാവുന്നതാണ്. എന്നാ പിന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് തങ്ങളും പറഞ്ഞു. പിന്നെ ഇപ്പം മരിക്കണ വരെ വയ്യ മൂക്കിന്റെ താഴെയാണ്, വയ്യ മൂക്കിന്റെ താഴെയാണ് തന്നെ. സക്കറാത്തിന്റെ ഹാല് കേൾക്കുമ്പോഴും വയ്യ മൂക്കിന്റെ താഴെയാണ്. ആർക്കത് എന്താ അറിയാ? അത് തങ്ങളോട് പറഞ്ഞതാണ്. പൂക്കുവതങ്ങൾ പാപ്പാനെ ഒരാള് വിമർശിച്ചു. എലക്ഷൻ നടക്കുന്ന സമയം. അപ്പൊ തങ്ങൾ പാപ്പാർക്കെതിരെ ഒരു മുദ്രാവാക്യം മുഴക്കി. ഇപ്പൊ പിന്നെ ആ മുദ്രാവാക്യം തന്നെയാണ്, പൂക്കായ പൂക്കായ എന്നാണ് നടക്കുന്നത്. എലക്ഷൻ കഴിഞ്ഞിട്ട് മുദ്രാവാക്യം കഴിയുന്നില്ല. ഇത് പരമാവധി പോകണമെങ്കിൽ എലക്ഷൻ വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. അതുവരെയല്ലേ ഇപ്പൊ എല്ലാവരും ക്ഷമിക്കാം. എലക്ഷൻ കഴിഞ്ഞ് തോൽക്കൊണ്ടോ തോറ്റ് ജയിച്ചോണ്ടോ ജയിച്ചു. ഇവന്റെ മുദ്രാവാക്യം തരുന്നില്ല. പൂക്കാഴങ്ങൾക്കെതിരെ മുദ്രാവാക്യം ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ കുടുംബക്കാർക്ക് മനസ്സിലായി ഈ പോക്കു ആയാല് ഇനി സക്കറാത്തിന്റെ ആലും മുദ്രാവാക്യം പോകില്ല. എല്ലാവരും കൂടി വണ്ടിയിലിട്ടിട്ട് തങ്ങൾ പാപ്പാനിട്ട് പോകുന്നു. അപ്പൊ തങ്ങളെ മുമ്പിൽ മുദ്രാവാക്യം തന്നെ. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഇലക്ഷന് മുമ്പ് ഇറങ്ങിയാണെന്ന് പറഞ്ഞു. തങ്ങൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് അത് കുടിച്ചാളഞ്ഞ് മുദ്രാവാക്യം ഒന്നും വേണ്ടായിരുന്നു. അവിടെ നിന്നുണ്ടാ പിന്നെ മുദ്രാവാക്യമില്ല. അങ്ങനെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഗുരുത്തക്കേട് മരുന്നൊടിച്ചാൽ മാറൂല. ഗുരുത്തക്കേട് സംഗതി ഉണ്ട്. അത് മരുന്നൊടിച്ചാലോ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലൊന്നും മാറൂല. അത് നേരെ ആരുതാണോ തട്ടിയത് അവരോട് കരഞ്ഞിട്ട് മാപ്പൊയ്ക്കാതെ അത് പോയി കിട്ടൂല. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി ആമീൻ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഞാനൊരു വലിയ പ്രഭാഷകനെ കണ്ടിരുന്നു. ഇപ്പോഴൊന്നല്ല, എന്റെ ചെറുപ്പത്തിൽ. ഞാനന്ന് മദ്രസയിൽ 9ാം ക്ലാസ്സിൽ, സ്കൂളിൽ 10ാം ക്ലാസ്സിലാണ്. അപ്പോ എന്റെ നാട്ടിൽ വന്നിട്ട് തന്നെയാണ് മൂപ്പര് വയല് പറഞ്ഞത്. പള്ളിയിൽ നിന്ന് വയല് വരുമ്പോ മൂപ്പര് ഇങ്ങനെ പറയണത്, തല ഒരു സ്ഥലത്ത് നിൽക്കണില്ല. കേൾക്കാവും. ഞങ്ങൾ എന്നിട്ട് ക്ലാസ്സിന് പോണ കുട്ടികളൊക്കെ അങ്ങനെ, അന്നിപ്പോ ഇതൊന്നും അറിയില്ലല്ലോ, ഞങ്ങൾ മൂപ്പരെ കളിയാക്കിയിട്ട് ഇങ്ങനെ തെങ്ങും തിടക്കുന്നൊക്കെ വയല് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ആക്കി വയല് പറയാം. ഇപ്പൊ അടുത്താണ് അതിന്റെ ഒരു കാരണം എനിക്ക് മനസ്സിലായത്. എന്താ പറയാ, കുത്തുബി മാമൂലിയൊരു ദർസ് നടത്തുന്ന സമയത്ത് ഉസ്താദിനെതിരെ മൂപ്പരൊന്ന് തലകൊണ്ട് ഇങ്ങനെ ആട്ടിന്. അത് അന്ന് തുടങ്ങിയതാ. ഉസ്താദ് എന്തോന്ന് പറഞ്ഞപ്പോ ബന്ധം ചെയ്തു. അന്ന് മുസ്താലിമാണ്. അത് 2 കൊല്ലം കഴിഞ്ഞപ്പാണ് തുടർന്നു. പിന്നെ അതന്നെ പണി അതന്നെ. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഉസ്താമാർക്കെതിരെ കളിക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കുക, ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വീണു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേം പറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ മമ്പറനങ്ങളോട് പറഞ്ഞ ആള് കുടുങ്ങി. മമ്പറനങ്ങളോട് ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വീട്ടിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. ആരാണെന്നറിയില്ല. കാലങ്ങളേറെ ഞാൻ അധ്വാനിച്ചുകൊണ്ട് നേടിയെടുത്ത പണം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. എല്ലാം വിലപിടിപ്പുള്ളതാണ്. മമ്പറതങ്ങൾ അറിഞ്ഞു, ഒന്നിക്ക് പോണ്ടാറിഞ്ഞു. ആ മനുഷ്യന്റെ ഒരു കഴിവുകൾ നോക്കി, അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് പോണ്ടാറിഞ്ഞു. അയാൾ അന്നവിടെ പാർത്തു. 2ാം ദിവസം പറഞ്ഞു, തങ്ങളെ ഞാൻ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ കാണാതായിട്ട് അതിന്റെ ഒരു വിവരത്തിന് വേണ്ടി വന്നാണ്, ഇന്നും പോണ്ടാറിഞ്ഞു. നമ്മളാണെങ്കിലോ പിന്നെ ആണ്ട് വരില്ല, ഒറ്റ പോക്കാണ് ഇക്കാരോ. 3ാം ദിവസം ഇത് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞു, നാളെ പോയിക്കൊണ്ട് ഇന്നും ഇവിടെ വന്നോന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം വേറെ ആള് വരുന്നു. ആൾ എന്നിട്ട് തങ്ങളെ മിഞ്ഞാന്ന് തുടങ്ങിയതാണ് കഠിനമായ വയറുവേദന, ഒരു നിലക്കും മാറി കിട്ടണില്ല. തങ്ങളൊരു പരിഹാരം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ഭക്ഷണം കൊടുത്താൽ എന്റെ വയറുവേദന ഓർമ്മ. ഇവനെ വീട്ടിൽ കൊണ്ടുപോവാ. ആരാ ഇവനെ തന്നെ മനസ്സിലായോ? പിന്നെ നമ്മള് നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലായിട്ടില്ലേ? ആരാ? ആലിപ്പറമ്പോ ആദ്യം വന്ന ആള്. പിന്നെ സാധനങ്ങളൊക്കെ പോയിന്ന് പറഞ്ഞു വന്നില്ലേ ആള്. ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലൊരു ഭക്ഷണം കൊടുക്കുക, എന്റെ സാധനങ്ങളൊക്കെ, എന്റെ വയറുവേദന മാറിക്കൊള്ളുന്നുണ്ട്. ആള് വയറ് പൊത്തി പിടിച്ചിട്ട് ഇവന്റെ കൈ പിടിച്ചിട്ട് പരിക്കോയി. ഇവന്റെ കൈ പിടിച്ച് പരിപ്പോ മുറ്റത്തന്നെ കാണുന്ന സൈക്കിള്, കട്ടെടുത്തോണ്ട സൈക്കിള്. അതിൽ ഇയാൾ അറിഞ്ഞു, ഇതിന്റെ ഭാര്യത്താണല്ലോ. അയച്ചെടുത്തോന്ന് പറഞ്ഞു. കുറച്ച് വയറുവേദന മാറി. ഉള്ളിൽ കടന്നപ്പോ വേറൊരു കുട്ടികൾ കളിക്കുന്ന കാറ്. അല്ല ഇതും അടുത്ത് തന്നെ, അതും ഇച്ചെടുത്തോന്നേ. അപ്പൊ കുറച്ചും കൂടി മാറി. നോക്കുമ്പോ അവിടെ ഉള്ളതൊക്കെ മൂപ്പര വരെയിൽ നിന്ന് കൊണ്ടുവച്ച സാധനങ്ങളാ. ഓരോന്ന് എടുത്തപ്പോ വയറുവേദന അങ്ങാണ്ട് മാറി. അപ്പൊ അതാണ് പറഞ്ഞത്, നാളെ പോയിക്കോ, 3 ദിവസം അവിടെ പിടിച്ചെത്തി. കാരണം 3ാം ദിവസം ഇയാള് വരുന്ന ആർക്കറിയാം? تطير بغير ريش إلى ملكوت رب العالمين. ആരിഫീങ്ങൾക്കൊരു കണ്ണുണ്ട്,
ആ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മൾ കാണാത്തത് കാണുന്നതാണ്, അവരെ ചെവിട് കൊണ്ട് നമ്മൾ കേൾക്കാത്തത് കേൾക്കുന്നതാണ്, അവരെ കാലുകൊണ്ട് നമ്മൾക്കില്ലാത്ത സ്പീഡിൽ നടക്കാൻ പറ്റുന്നതാണ്. ഒരിക്കൽ മമ്പുറം തങ്ങള് ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ ഒരു ഫക്കീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മുതലാളിമാരുടെ വീട്ടിലൊക്കെ പണിയെടുക്കുന്ന ആളായിരുന്നു, ചൂട്ട് വിൽപ്പന നടത്തുന്ന ആളായിരുന്നു. പേര് അബൂബക്കർ എന്നാണ്. കുട്ടികളടക്കം അയാളെ ഭ്രാന്തൻ അബൂബക്കർ എന്നാണ് പറയല്. അദ്ദേഹത്തിന്റെ നാട്ടിൽ മഹാനായ മമ്പുറം തങ്ങൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പങ്കെടുത്തപ്പോ ഈ മഹാനായ ഫക്കീറിനെ പിറകിൽ കാണുകയാണ്. അദ്ദേഹത്തിന് മുമ്പിലൊന്നും ആളുകൾ സീറ്റ് കൊടുക്കാറില്ല, പലപ്പോഴും ഭ്രാന്തനല്ലേ. അവളിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ജുമയിൽ പങ്കെടുത്തത് മമ്പുറം തങ്ങൾ കാണുകയാണ്. ജുമാ നിസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ മമ്പുറം തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ ഇന്ന് രാവിലെ സുബഹിക്ക് മസ്ജിദ് നബവിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഇപ്പോൾ ജുമാക്ക് ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ആള് മുമ്പോട്ട് വരട്ടെ, അയാള് പിറകിൽ നിൽക്കേണ്ട ആളല്ല. അങ്ങനെ ചില ഫക്കീറന്മാരുണ്ടാവും. ആളുകൾ ഇയാളെ പിരാന്ത അബൂബക്കർ, നമ്മളെ ഭാഷയിൽ ഭ്രാന്തൻ അബൂബക്കർ, പിരാന്ത അബൂബക്കർ എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് മുന്നിലൊന്നും അങ്ങനത്തോരുണ്ടാവില്ലല്ലോ. നമ്മളിപ്പോ അങ്ങനെ തന്നെയല്ലേ, മുഷിഞ്ഞ വേഷത്തിൽ ചെടകുത്തിയ മുടിയിൽ ആരും പരിഗണിക്കാത്ത ഒരാളുണ്ടെങ്കിൽ നന്ന ബാക്കിലേക്കാണ്, മുമ്പിൽ ആളിടൂല, വാസനയൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പൊ ഇയാള് നന്ന ബാക്കിലാണ്. നിസ്കാരം അമൃതങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ ഇന്ന് രാവിലെ മസ്ജിദ് നബിയിൽ സുബീസ്കരിക്കാണ്ടായിട്ട് ഇപ്പൊ ജുമാക്ക് ഇപ്പഴെത്തിയ ആ ആള് അതാരാന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ ഒരാൾ ഈ സാസലുണ്ടെങ്കിൽ മുമ്പത്തെ സഫക്ക് ഉണ്ട് വെറ്റേന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വലിഞ്ഞു തങ്ങള് നിങ്ങൾ എന്നെ ആൾക്കാരടിയിൽ വഷളാക്കിയില്ലേ. അത് വഷളാക്കലാണ് അവർക്ക്. ഞമ്മക്കൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഒരു കറാമത്തൊന്ന് വീണിട്ടിയാൽ മതി കഴിച്ചലാവാൻ. മഹാന്മാർക്ക് കറാമത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മെൻസസ് മാതിരിയാണ്, ആവശ്യത്തിന് അവർ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഐബാണെന്ന്. കാരണം ആളുകൾ അറിയില്ലേ. മഹാനായ വലിയുള്ളാഹി ശംസുലമ എന്നോട് തിരൂരുള്ള ഹമീദാജി പറഞ്ഞാണ്, ശംസുലമയുടെ ജീവിതകാലത്ത് അവർ നന്ദിയിൽ ദർശനത്തുന്ന കാലത്ത് ഇദ്ദേഹത്തിന് കഠിനമായ വയറുവേദനന്റെ അതിശക്തമായിട്ടുള്ള പ്രയാസത്തിൽ അയാൾ ട്രീറ്റ്മെന്റ് നടത്തി മാറുന്നില്ല, ഗുളിക കഴിച്ചു എന്നിട്ടും മാറിയിട്ടില്ല. അപ്പൊ അയാൾ ഒരു ദിവസം ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ വലിയുള്ളാഹി ശംസുലമയെ സ്വപ്നത്തിൽ കാണുകയാ. ശംസുൽ വന്നിട്ട് വയറിങ്ങനെ തടവി സ്പ്രേ അടിച്ചു. ഇനി എന്റെ വയറുവേദന ഉണ്ടാവില്ല അറിഞ്ഞു. ഈ സ്പ്രേ അടിന്റെ തണുപ്പ് കിടന്നപ്പോ ഇയാൾ ഉണർന്നു, നോക്കുമ്പോ നല്ല സ്മെല്ല്, വയറുവേദന മാറിയും ചെയ്തിട്ടുണ്ട്. ഇയാള് സന്തോഷാധിക്യം കൊണ്ട് വിവരമെന്ന് പറയാൻ പിറ്റേന്ന് നന്ദിയിലേക്ക് വണ്ടി വിടുകയാണ്. അല്ലാ, ആലിമീങ്ങളായ മുസല്ലിമീങ്ങൾക്ക് ദർശനം നടത്തി കൊടുക്കുന്ന മഹാമനീഷിയായ വലിയുള്ളാഹിയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ കൽബങ്ങ് പൊട്ടുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു വിവരം പറയാനാണല്ലോ വന്നത്. സുബ്ഹാനല്ലാഹ്. ദർസ് കഴിഞ്ഞ് വലിയുള്ളാഹി ശംസുൽമയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ശംസുൽമ പറഞ്ഞു, നീ അള്ളാഹനെ കരുതിയിട്ട് എന്റെ ജീവിതകാലത്ത് ഒരാളോടും പറയല്ല, കാരണം എനിക്ക് ദർസ് നടത്താനേ പറ്റൂല. എന്താ പറഞ്ഞേ? ഇത് അള്ളാഹനെ കരുതിയിട്ട് ജീവിതകാലത്ത് ആരോടും പറയരുത്, കാരണം പറഞ്ഞാൽ എനിക്ക് ദർസ് നടത്താൻ പറ്റൂല. കാരണം നിങ്ങൾ പറയുക, കാരണം ധ്യാനങ്ങൾ അങ്ങോട്ട് വരില്ലോ, കുപ്പിയും പാത്രം വെള്ളം എടുത്തിട്ട് പിന്നെ ദർസ് നടത്താൻ പറ്റുമോ? അതാണ് വലിയ വലിയ ആലിമ്യങ്ങളൊന്നും ഈ ചികിത്സയ്ക്ക് ഇരിക്കൂല. കാരണം ഓൾക്ക് വലിയ വേറെ പരിപാടികളുണ്ട്. വലിയ ആലിമ്യങ്ങൾ ഈ മന്ത്രത്തിനും ഊതാനായിട്ട് ഇങ്ങനെ ഇരിക്കൊന്നുമില്ല, അവർക്ക് വേറെ വലിയ പരിപാടികളാണ്. കാരണം അവർക്ക് ദർസ് നടത്തണം, അവർക്ക് ദീനീ പ്രബോധനം വേണം. മറ്റേ നിന്നിട്ട് ഏതെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ പിന്നെ ചരടും വെള്ളമായിട്ട് ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പൊ വലിയ പണി മുടങ്ങും. അത് കരുതിയിട്ട് വലിയ ആൺകുട്ടികൾ ഈ മന്ത്രത്തിന് വല്ലാതെ നിൽക്കൂല എന്നാണ്. ആ കൂട്ടത്തിൽ അത് നമ്മളെ പെടുത്തിട്ട് ഞാൻ ദ്വാരിക്കണില്ല, കാരണം പിന്നെ മന്ത്രം ഇല്ലാതാവും. ഇവിടെ മന്ത്രിക്കുന്ന കുറെ ആൾക്കാർ വേറെ ഉണ്ട്. അതുകൊണ്ട് മന്ത്രിക്കുന്നത് തെറ്റൊന്നല്ല, മന്ത്രിക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷെ വലിയ ആളുകൾ അത് പലപ്പോഴും ചെയ്യാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ അതുകൊണ്ടാണ് അവർ വലിയ പണികളൊക്കെ മുടങ്ങിപ്പോകും. അതുകൊണ്ടാണ് പിന്നെ അവർക്ക് ഈ നൂലും പാത്രത്തിൽ വരുന്ന ശല്യമായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ മാറുന്ന ഉറപ്പാണ്, അത് ഉറപ്പാണ്. പിന്നെ ജനങ്ങൾ അതൊരു മാറ്റുന്ന ആളായിട്ട് പിന്നെ അതിനായിട്ട് നിൽക്കും. അതുകൊണ്ട് അവർക്ക് അതിട്ട് വരണേന്നെ ശല്യമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദ്വാരക്കണില്ല, അത് ദ്വാരക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നൂലും മണ്ണൊക്കെ മന്ത്രിച്ചു കൊടുക്കണ കുറെ ആൾക്കാരുണ്ട്. ആ വരവൊക്കെ നിർത്തേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല. ആ വരണം, നല്ല ആൾക്കാരുടെ അടുത്തേക്ക് പോകണം. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് മന്ത്രിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോകണം. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ഹലാലായ ചികിത്സകളൊക്കെ സ്വീകരിക്കണം. അതിനൊന്നും കുഴപ്പമില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് ഇതാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാർക്ക് അങ്ങനെയാണ്. ആ ഫക്കീർ അന്നോടുകൂടി അപ്രത്യക്ഷനായി പിന്നെ ആ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന്. കാരണം ജനങ്ങൾ അറിഞ്ഞു. അങ്ങനെയല്ല വൈസുൽ ഖർണിന്റെ ഖബർ എവിടെയെന്ന് ആൾക്കാർക്ക് അറിയില്ല. വൈസുൽ ഖർണി എന്ന മഹാന്റെ ഖബർ എവിടെയാണ് ആർക്കും അറിയില്ല.
കാരണം അവരാഗ്രഹിച്ച അങ്ങനെയാണ്, ജനങ്ങൾ അറിയരുത് എന്നാണ്. ആ കൂട്ടത്തിൽ താഴ്മയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. ഇത് എന്തെങ്കിലും ഒരു അത്ഭുതം കൊണ്ട് വീകാൻ കാത്തിക്കാണ്, കറാമത്തായിട്ട് നോട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അങ്ങനെ ജാക്കറ്റ് പൊന്തിച്ചിട്ട് പിന്നെ പറയുന്ന എരപ്പത്തരം ചെയ്യുന്ന തമ്മാടിത്തരൊക്കെ തസൗഫ് തന്നെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിലൊക്കെ പിശാചിന്റെ വലിയ സ്വാധീനം ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ അവസാനം ഇങ്ങനെ പറഞ്ഞ മമ്പൃതങ്ങൾ പറഞ്ഞ് തീരൂല. ഞാൻ ആ മമ്പൃതങ്ങൾ ഇവിടെ വെച്ച് കൊണ്ടാടാൻ നൽകി. അൽഹംദുലില്ലാ, ഇതൊന്നും തിരക്കില്ലാത്ത ആൾക്കാരൊന്നല്ല, തിരക്കുള്ള ആൾക്കാരും പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഒക്കെ അള്ളാഹു തആല ഉദ്ദേശിച്ച ആളുകൾക്ക് ഹൈറിലൊക്കെ പങ്കെടുക്കും. അള്ളാഹു തആല ഹൈറും ബർക്കത്തും ചെയ്യട്ടെ. മമ്പൃതങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഇവിടെ നൽകിയ സംഭാവനകളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അവരുടെയും നമ്മളുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. അവരെയും നമ്മളെയും രോഗങ്ങളൊക്കെ അള്ളാഹു തആല ശിഫയാക്കി തരട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഹമീദ് അടക്കം, അതുപോലെ തന്നെ ഒരു സഹോദരി അടക്കം എല്ലാവർക്കും അള്ളാഹു തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവരുടെയും നമ്മളുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. മരിച്ചുപോയ മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പ്രിയങ്കരന ബാവാജി അടക്കമുള്ള മുഅ്മിനുകളും മുഅ്മിനാത്തുകൾ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ ഹൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ.